പിന്നെ പ്ലാനിങ്, ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ച് സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും അല്ലേ? അങ്ങനെ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങുന്ന സമയം, ഉണരുന്ന സമയം, ഉണർന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി ചിലവഴിക്കണം. അതിന് തക്കവണ്ണം നമ്മൾ നേരത്തെ 1 മണിക്കൂർ ഉണരാം. ഉറക്കം നമ്മുടെ മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ച ഇല്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് മണിക്കൂർ എനിക്കുള്ളതാണ്. നേരെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകാതെ നമുക്ക് വേണ്ടിയാണ്. പിന്നെ പ്രൊഫഷണലി മികവുള്ളവരാകുമ്പോൾ അത് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്, ജോലി സ്ഥലത്ത് അംഗീകാരം തരുന്ന ഒന്നാണ്. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ അതിന് ബാക്കിയുള്ളവരുടെ ഒരു കോപ്പറേഷൻ നമ്മൾ മേടിക്കുക, അതും നമ്മുടെ മിടുക്കാണ്. വീട്ടിലുള്ളവർ ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ എങ്ങനെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ കുട്ടികളുടെ സഹകരണം നേടാം, കൊളീഗ്സിൻ്റെ സഹകരണം നേടാം, അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ചെയ്താലാണ് അത് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ ശരിക്കും വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ആ ചിന്ത എടുത്ത് മാറ്റണം. ഞാനൊരു സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്ക് മാത്രം, ഹസ്ബൻഡിനും എല്ലാവർക്കും വർക്ക് ലൈഫ് ബാലൻസ് വേണം. ധൈര്യമായിട്ട് ഡെലിഗേറ്റ് ചെയ്യണം ജോലികൾ. ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കണം, മക്കളെ കൊണ്ട് ചെയ്യിക്കണം, ഡെലിഗേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യണം, അതൊക്കെ പതുക്കെ നമുക്ക് കംഫർട്ട് സോൺ വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് അത്, പക്ഷേ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ബാലൻസ്. വളരെ ഭംഗിയായിട്ട് അങ്ങനെ പോകുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. ഞാൻ പറയും അതിന് പെട്ടെന്ന് ആരും തയ്യാറാവില്ല, കാരണം കംഫർട്ട് സോണല്ലേ, ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ സ്ത്രീ പുരുഷ ബന്ധത്തിൽ പുരുഷൻ കംഫർട്ട് സോണിലാണല്ലോ, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളും കംഫർട്ട് സോൺ ആവണം എന്നാണ് മാം പറയുന്നത്. കംഫർട്ട് സോൺ രണ്ടുപേർക്കും അത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് നടക്കില്ല. ഒരാൾ സഫർ ചെയ്യണ സ്ഥിതി വരും. ധൈര്യമായിട്ട് ഞാനും വേൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വേൺ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ ഇരുത്തി സംസാരിക്കണം. വീട്ടിലെ കുട്ടികളെ സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രോബ്ലം അല്ലേ നോ കമ്മ്യൂണിക്കേഷൻ. നല്ല ഭാര്യ, നല്ല അമ്മ.